ഓണക്കാലമാണ്. എങ്ങ് നോക്കിക്കഴിഞ്ഞാലും ഒരു ഓണ നിറം ഉണ്ട്, ഓണത്തിൻ്റെ മണമുണ്ട്. അങ്ങനെ മൊത്തം ഓണം മയം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈഡിംഗ് റിപ്പോർട്ടറിലെ കഥകൾക്കും യാത്രയ്ക്കും എല്ലാം ഒരു ഓണത്തിൻ്റെ ഒരു 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 മേമ്പൊടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത യാത്ര എങ്ങോട്ടാണ്? പൂക്കൾ അല്ലേ? പൂക്കൾ പനിനീർ പൂക്കൾ എന്ന പാട്ട് പാടാനല്ല, പൂക്കളില്ലാതെ മലയാളികൾക്ക് എന്ത് ഓണാഘോഷം അല്ലേ? ഓണത്തിൻ്റെ വരവറിയിച്ച് കൊല്ലം കൊട്ടാരക്കരയിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ജമന്തി പൂക്കൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. കണ്ണിന് കുളിർമ പകരുന്ന നല്ല സുഖമുള്ള ആ കാഴ്ചയിലേക്ക്, ആ പൂപ്പാടത്തിലേക്ക് നമ്മുടെ AV ജയശങ്കറും സംഘവും യാത്ര പോകുന്നു. നമുക്ക് പോയാലോ? കൊട്ടാരക്കര കോട്ടത്തലയിൽ ഒരു ജമന്തി തോട്ടം ഒരുക്കിയിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വലിയ പൂക്കളുടെ ഒരു തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ കളറിലുള്ള ജമന്തി പൂക്കൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്. ഇന്ന് മറ്റ് പരിപാടികളൊന്നുമില്ല. എന്തായാലും പോയി കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജമന്തി തോട്ടം. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജമന്തി പൂക്കൾ, വട്ടമിട്ട് പറക്കുന്ന ചിത്രശലഭങ്ങൾ. കൊട്ടാരക്കര കോട്ടത്തല ഓണക്കാല വസന്തമെത്തിയതിന്റെ സന്തോഷത്തിലാണ്. കൊല്ലം പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ സൂപ്രണ്ട് CR ശരത്ചന്ദ്രനാണ് ഓണക്കാലത്തേക്കുള്ള ജമന്തി തോട്ടം ഒരുക്കിയത്. 30 സെന്റ് ഭൂമിയിൽ 1200 ജമന്തി ചെടികളാണ് നട്ടത്. നെടുവത്തൂർ കൃഷിഭവനിൽ നിന്നാണ് ജമന്തി തൈകൾ കൃഷിക്കായി നൽകിയത്. നമ്മൾ ഇവിടെ 30 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. മൊത്തം ബന്ദിയാണ് നട്ടിരിക്കുന്നത്. നല്ല ജൂലൈ 2 തന്നെ ഞങ്ങൾ കൃഷി ആരംഭിച്ചു. ഇവിടെ നെടുവത്തൂർ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ 20ഓളം കർഷകർ ഈ പഞ്ചായത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് തന്നെയാണ് നട്ടത്. ഇതൊരു 1200ഓളം തൈകൾ ഞങ്ങൾ നട്ടിട്ടുണ്ട്. എല്ലാം ഓണത്തിന് വിളവെടുപ്പാൻ പാകത്തിൽ വിരിഞ്ഞ് നിൽക്കുകയാണ്. 2 കളറാണ്, മഞ്ഞയും മറ്റെന്താ കളറുമാണ്. മഴ ഇടയ്ക്ക് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. മഴ സഹായിക്കുകയും ചെയ്തു. കാരണം വെള്ളം കോരേണ്ടി വന്നില്ല. 4-5 ദിവസം മാത്രമാണ് വെള്ളം കോരേണ്ടി വന്നത്. പക്ഷേ മഴയോടൊപ്പം കാറ്റൂടെ അടിച്ചപ്പോൾ ചെടികളൊക്കെ ചരിയുകയും അങ്ങനെ 1-2 ദിവസം നല്ല പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് അതൊക്കെ തരണം ചെയ്ത് വള്ളിയെ കെട്ടി കമ്പൊക്കെ കുത്തി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പ്രതീക്ഷ അപ്പുറമുള്ള വിളവാണ്. ഒരു ചെടിയിൽ തന്നെ 80ഓളം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. കണ്ണിന് മനോഹര കാഴ്ച നൽകി പൂത്തു നിൽക്കുന്ന ജമന്തി ചെടികൾ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പൂക്കൾ കാണൽ മാത്രമല്ല, അതിനൊപ്പം ഫോട്ടോഗ്രാഫിയും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ജമന്തി കൃഷിക്ക് പുറമെ സർക്കാർ ഉദ്യോഗസ്ഥനായ ഈ കർഷകൻ വെണ്ടയും തക്കാളിയും പയറും മത്തനും അടക്കമുള്ള പച്ചക്കറികൾ ഓണക്കാലത്ത് വിളവെടുപ്പിനായി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ജമന്തിയോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഓണത്തിനാവശ്യമുള്ള എല്ലാ പച്ചക്കറികളും, പയർ, മത്തൻ, വെള്ളരി, കുമ്പളം, ചുരയ്ക്ക, വഴുതന,
അങ്ങനെയുള്ള തക്കാളി, പച്ചമുളക്, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറി വിളകളും ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓണത്തിന് പാകമായിരിക്കുകയാണ്. കൃഷിഭവൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ എപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കാഴ്ചയുടെ വസന്തമൊരുക്കി വിടർന്നു നിൽക്കുന്ന ഈ ജമന്തിപ്പൂക്കൾ ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കും. ആകമൊത്തത്തിൽ കൊള്ളാം. ഇവിടെ വന്നാൽ ഒരു സെൽഫി ഒക്കെ എടുത്ത് മടങ്ങാം. ഇത്തരം മാതൃകകൾ കേരളം ഒട്ടാകെ വ്യാപിപ്പിച്ചാൽ ഈ ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളെ പൂക്കൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന അവസ്ഥ മലയാളികൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. എന്തായാലും ജമന്തിത്തോട്ടത്തിൽ നിന്ന് ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര. യെസ്, അപ്പോൾ അതാണ് പൂപ്പാടത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ. ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കമൻറ്റുകൾ നൽകുന്നുണ്ട്. ഓണാശംസകൾ ഒരുപാട് പേർ പറയുന്നുണ്ട്. നാളെ ഉത്രാടമാണ്, പാട്ട് പാടണം എന്നൊക്കെ പറയുന്നുണ്ട്. ഉത്രാടത്തിന് പാടാൻ പറ്റിയൊരു പാട്ട് നോക്കുകയാണെങ്കിൽ ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂക്കണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേവാ.